നമസ്കാരം. കേരള ഇനി കേരളം. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കുന്ന കേരളം ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചു. ഭരണഘടനയിൽ അടക്കം ഔദ്യോഗിക രേഖകളിൽ പേര് കേരളം എന്നാകും. നേരത്തെ ബിൽ പാർലമെന്റ് പാസാക്കിയിരുന്നു. ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതോടെ ഭരണഘടനയുടെ 1-ാം ഷെഡ്യൂളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിക്കും. നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതോടെ എല്ലാ ഔദ്യോഗിക രേഖകളിലും ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള ഇതര ഭാഷകളിലും ഗവൺമെന്റ് ഓഫ് കേരള എന്നതിനു പകരം ഗവൺമെന്റ് ഓഫ് കേരളം എന്ന് ഔദ്യോഗികമായി രേഖപ്പെടുത്തി തുടങ്ങും. നമ്മൾ നേരെ ന്യൂസ് ടൈമിലേക്ക് പോകുന്നു. തലക്കെട്ടുകൾ പരിശോധിക്കാം. മനുഷ്യ വന്യജീവി സംഘർഷത്തിന് ശാശ്വത പരിഹാരം ആനത്താരകൾ പുനഃസ്ഥാപിക്കലാണെന്ന വനം വന്യജീവി മന്ത്രി ഷിബു ബേബി ജോൺ. അതിരപ്പള്ളി മേഖലയിൽ 18 കാട്ടാനകളെ ഉൾക്കാട്ടിലേക്ക് തുരത്തുന്നതിനായി പ്രത്യേക ദൗത്യം തുടരുകയാണെന്നും മന്ത്രി. ആനമലയ്ക്ക് സമീപം വാൽപ്പാറ മലയോര പാതയിൽ വിനോദസഞ്ചാരികളുടെ വാൻ അപകടത്തിൽപ്പെട്ടു. അപകടത്തിൽ 20 പേർക്ക് പരിക്ക്. മാളയിലെ സ്വകാര്യ സ്കൂൾ ഉടമയുടെ പാകിസ്ഥാനിലേക്ക് പോകൂ എന്ന പരാമർശത്തിനെതിരെ പ്രതിഷേധം തുടരുന്നു. മാള കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മാളയിൽ പ്രതിഷേധ റാലിയും പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകൾ നോക്കാം. മനുഷ്യ വന്യജീവി സംഘർഷത്തിന് ശാശ്വത പരിഹാരം ആനത്താരകൾ പുനഃസ്ഥാപിക്കലാണെന്ന് വനം വന്യജീവി മന്ത്രി ഷിബു ബേബി ജോൺ. അതിരപ്പള്ളി മേഖലയിൽ 18 കാട്ടാനകളെ ഉൾക്കാട്ടിലേക്ക് തുരത്തുന്നതിനായി പ്രത്യേക ദൗത്യം തുടരുകയാണെന്നും മന്ത്രി. അതിരപ്പള്ളി പ്രവേശന കവാട സമുച്ചയവും വനശ്രീ ഇക്കോ ഷോപ്പുകളും ഉദ്ഘാടനം ചെയ്തു. വനാതിർത്തികളിൽ താമസിക്കുന്ന ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വനസംരക്ഷണത്തിനും പരിസ്ഥിതി സൗഹൃദ വികസനത്തിനുമാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് വനം വന്യജീവി മന്ത്രി ഷിബു ബേബി ജോൺ. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്കുള്ള പുതിയ പ്രവേശന കവാട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വനാതിർത്തിയിലെ ജനങ്ങളുടെ ആവശ്യങ്ങളോട് അനുഭാവപൂർവ്വം പ്രതികരിക്കുന്ന രീതിയിൽ വനം വകുപ്പിനെ കൂടുതൽ ജനസൗഹൃദമാക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. അതിരപ്പള്ളി മേഖലയിൽ ജനവാസ കേന്ദ്രങ്ങളിൽ ഭീതി സൃഷ്ടിച്ച 18 കാട്ടാനകളെ ഉൾക്കാട്ടിലേക്ക് തുരത്തുന്നതിനായി കഴിഞ്ഞ 2.5 മാസമായി 100-ലധികം പേരടങ്ങുന്ന സംഘം പ്രത്യേക ദൗത്യം നടത്തിവരികയാണെന്നും മന്ത്രി വ്യക്തമാക്കി. ജനവാസ മേഖലകളിലേക്ക് കാട്ടാനകൾ ഇറങ്ങുന്നതിന് പ്രധാന കാരണങ്ങളിലൊന്ന് അവയുടെ പരമ്പരാഗത ആനത്താരകൾ അടച്ചുകെട്ടിയതാണെന്നും ഇത്തരം ആനത്താരകൾ പുനഃസ്ഥാപിക്കുകയാണ് മനുഷ്യ വന്യജീവി സംഘർഷത്തിന് ശാശ്വത പരിഹാരമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. അതേസമയം അനിയന്ത്രിതമായ ടൂറിസം പരിസ്ഥിതിക്ക് ദോഷകരമാകുമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വിവിധ വകുപ്പുകളും ജനങ്ങളും സഹകരിച്ച് ഉത്തരവാദിത്ത ടൂറിസം നടപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫിന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് പ്രവേശന കവാട സമുച്ചയം നിർമ്മിച്ചത്. വാഴച്ചാൽ വനവികസന ഏജൻസിയുടെ ഫണ്ട് ഉപയോഗിച്ച് പൂർത്തിയാക്കിയ അതിരപ്പള്ളി വനശ്രീ ഇക്കോ ഷോപ്പിന്റെ ഉദ്ഘാടനവും നവീകരിച്ച വാഴച്ചാൽ വനശ്രീ ഇക്കോ ഷോപ്പിന്റെ സമർപ്പണവും മന്ത്രി നിർവഹിച്ചു. വാഴച്ചാൽ GWLP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. ബെന്നി ബെഹനാൻ MP വിശിഷ്ടാതിഥിയായി. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ ടൈം, ചാലക്കുടി. ആനമലയ്ക്ക് സമീപം വാൽപ്പാറ മലയോര പാതയിൽ വിനോദസഞ്ചാരികളുടെ വാൻ അപകടത്തിൽപ്പെട്ടു. ബ്രേക്ക് തകരാറിനെ തുടർന്ന് ആദ്യ ഹെയർപിൻ വളവിൽ വാൻ മറിഞ്ഞു. അപകടത്തിൽ 20 പേർക്ക് പരിക്കേറ്റു. വാൽപ്പാറ മലയോര പാതയിലെ ആദ്യ ഹെയർപിൻ വളവിലാണ് വിനോദസഞ്ചാരികളുടെ വാൻ മറിഞ്ഞത്. രാമനാഥപുരം ജില്ലയിലെ പാമ്പൻ മേഖലയിൽ നിന്നുള്ള 20 അംഗ സംഘം പൊള്ളാച്ചിയിലേക്ക് മടങ്ങുന്നതിനിടെയാണ് അപകടം. വളവിൽ വെച്ച് വാനിന്റെ ബ്രേക്ക് തകരാറിലായതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിവരം. നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം മറിഞ്ഞതോടെ വാനിലുണ്ടായിരുന്ന 20 പേർക്കും പരിക്കേറ്റു. വിവരമറിഞ്ഞ് ആളിയാർ പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. ആംബുലൻസുകൾ സ്ഥലത്തെത്തിച്ച് ഗുരുതരമായി പരിക്കേറ്റവരെ പൊള്ളാച്ചി സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തെ തുടർന്ന് വാൽപ്പാറ കുന്നിൻ റോഡിൽ ഗതാഗത തടസ്സവും രൂപപ്പെട്ടു. സംഭവത്തിൽ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. മീഡിയ ടൈം, ചാലക്കുടി. മാള രാജു ഡേവിസ് ഇന്റർനാഷണൽ സൈനിക സ്കൂൾ ഉടമ നടത്തിയതായി ആരോപിക്കപ്പെടുന്ന രാജ്യദ്രോഹ പരാമർശത്തിനും പാകിസ്ഥാനിലേക്ക് പോകൂ എന്ന ആക്രോശത്തിനുമെതിരെ മാള കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മാളയിൽ പ്രതിഷേധ റാലിയും പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചു. പ്രേമാജി പിഷാരടി പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. അങ്ങേയറ്റം ആഹ്ലാദത്തോടുകൂടി കാണേണ്ടതായിരുന്ന ഒരു വിഷയം അവിചാരിതമായി ഒരു സമൂഹത്തിന്റെ വേദനയ്ക്ക് കാരണമായി എന്നാണ് പറഞ്ഞു വരുന്നത്. ആ വേദന
ബോധപൂർവം സൃഷ്ടിച്ചതാണ് എന്ന സംശയത്തിന്റെ പേരിലാണ് അദ്ദേഹം നൽകിയതായ മാപ്പും ഞങ്ങൾക്ക് അത്ര വിശ്വസനീയവും സ്വീകാര്യവുമായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഒരു പൊതുവികാരമായി ഏറ്റെടുക്കാൻ ഇവിടുത്തെ ജനത സന്നദ്ധം ആയി. 10 ലിറ്റർ പാൽപ്പായസം നല്ല രുചിയോടുകൂടി ഉണ്ടാക്കി വെച്ചതിന് ശേഷം അതിലൊരു തുള്ളി വിഷം കലർത്തി അതറിയാതെ വീണുപോയതാണ് എന്ന് പിന്നീട് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ആ വിഷം കലർത്തിയത് കൊടുക്കുന്നതിന് മുമ്പാണ് എങ്കിൽ നമുക്ക് ഒരു പക്ഷേ രക്ഷാമാർഗമുണ്ട് എന്ന് കരുതാം. മുഹമ്മദ് ഉസ്മാൻ കൊടുങ്ങല്ലൂർ അധ്യക്ഷത വഹിച്ചു. VS ജമാൽ, റാഫി മണ്ണാന്തറ എന്നിവർ സംസാരിച്ചു. പൊയ്യ സാന്ത്വനം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. പൊയ്യ SBI മാനേജർ അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് PS സോമൻ അധ്യക്ഷത വഹിച്ചു. ആനി ആന്റണി, ഷിബു പാറക്കൽ, സത്യൻ, KR ഗോപി, ഷൈജു ജോസഫ്, സെൽവൻ പൊയ്യ, സിബി ഫ്രാൻസിസ്, KP ബിനോയ് എന്നിവർ സംസാരിച്ചു. മാള സെന്റ് സ്റ്റനിസ്ലാവോസ് ഇടവക പള്ളി പാരിഷ് ഹാളിൽ ഇടവക കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇടവകയിലെ വിവാഹിതർക്കായി സെമിനാർ സംഘടിപ്പിച്ചു. ഫാദർ വിൻസെന്റ് തറയിൽ സെമിനാർ നയിച്ചു. നമ്മൾ തെരഞ്ഞെടുത്തവരാണ് നമ്മുടെ ജനപ്രതിനിധികൾ. തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അതിനുള്ള ആ സ്വാതന്ത്ര്യം കുറഞ്ഞു പോകാതെ ജനങ്ങൾക്ക് മൗലികമായിട്ട് നൽകേണ്ട അവകാശങ്ങൾ കൃത്യമായിട്ട് നൽകാൻ അവര് അതിന് പ്രതിജ്ഞാബദ്ധരാണ്. അത് അവരുടെ ഭാഗത്തുണ്ടാകുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. തുടർന്ന് യുവജനക്ഷേമ കായിക രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി OJ ജനീഷിന് സ്വീകരണം നൽകി. വളരെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് മോനെന്തായാലും തെരഞ്ഞെടുപ്പ് ചെയ്യും, ഇത്തവണ ജയിച്ച് എന്തായാലും മന്ത്രിയാകും എന്നൊക്കെ പ്രവചനം നടത്തുന്ന കുറച്ച് ആൾക്കാരാണ്. അപ്പോൾ ആദ്യ ദിവസങ്ങളൊക്കെ ഞാൻ ഈ പ്രവചനമൊക്കെ കേൾക്കുമ്പോൾ ഞാനിങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജയിക്കുമെന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പ് അത്ര എളുപ്പമുള്ള തെരഞ്ഞെടുപ്പല്ല. കാരണം കൂടുതലൊരു സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ മാളയെ കാണുന്ന സാഹചര്യമില്ല. അങ്ങോട്ട് പോകുന്നതൊക്കെ വലിയ വലിയ വ്യത്യാസമുള്ള സ്ഥലമാണ്. മാത്രമല്ല 2 തെരഞ്ഞെടുപ്പിൽ ഇവിടെ പരാജയപ്പെട്ടത് വലിയ ഭൂരിപക്ഷത്തിലാണ്. അതിനെ കവർ ചെയ്യാന്ന് പറഞ്ഞാൽ 23,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തെ കവർ ചെയ്തിട്ട് വേണം നമുക്ക് ജയിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് വലിയ ആശങ്കയുള്ള തെരഞ്ഞെടുപ്പാണ്. പക്ഷെ ആ സമയത്തും ഒരു പ്രതീക്ഷ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഇതുപോലെയൊക്കെ പറഞ്ഞിട്ടുള്ളവരൊക്കെ പറയുന്ന രണ്ടാമത് പറയുന്നൊരു വാക്കാണ്, ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനാ സമയം ഉണ്ടാവും, അല്ലെങ്കിൽ ഞങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ വാക്കുകളുടെ അർത്ഥം മാത്രം, വാക്കുകൾക്ക് മാത്രം വ്യത്യാസമുണ്ട്. ആ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് മാത്രം വ്യത്യാസമുണ്ട്. അതിൻ്റെ പുറകിൽ പ്രവൃത്തി ഒഴിവിട്ട കാര്യം മാത്രമാണ്. ഇടവകയിൽ നിന്ന് SSLC, +2 പൊതുപരീക്ഷകളിലും മതബോധന രംഗത്ത് രൂപതാ തലത്തിലും അതിനു മുകളിലുള്ള തലങ്ങളിലും നേട്ടം കൈവരിച്ച പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു. അവാർഡുകളും വിതരണം ചെയ്തു. കേന്ദ്ര സമിതി പ്രസിഡന്റ് ഡെന്നി പള്ളൻ, ഫാദർ ജോജി പാലമറ്റത്ത് എന്നിവർ നേതൃത്വം നൽകി. പള്ളി ട്രസ്റ്റി സിസ്റ്റർമാർ സാബു എടാട്ടുകാരൻ, ഫിൻഡോ CL, സ്റ്റിൻഷ സ്റ്റീഫൻ, ജോയ് ചേരിയക്കര, ജോയ്, ലിജോ പ്ലാക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. KCYM കുഴിക്കാട്ടുശ്ശേരിയുടെ നേതൃത്വത്തിൽ ഇടവകയിലെ യുവാക്കൾക്കായി യുവ എക്സ്ലേഷ്യ സംഘടിപ്പിച്ചു. ആത്മീയതയ്ക്കും യുവാക്കളുടെ കൂട്ടായ്മയ്ക്കും പ്രാധാന്യം നൽകി ഒരുക്കിയ സംഗമത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ബിഷപ്പ് സ്റ്റീഫൻ ചെറുപ്പണത്ത് ഉദ്ഘാടനം ചെയ്തു. ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 2019 അദ്ദേഹം ഒരു നിങ്ങൾക്ക് വേണ്ടി ചെറിയ അപ്പസ്തോലിക പ്രബോധനം എഴുതി. അതിന് പറയുന്നത് പ്രകാരമാണ്, യുവാക്കളെ നിങ്ങളോട് പറയുന്നത് യുവർ ക്രിയേറ്റിവിറ്റി, യുവർ enthusiasm, യുവർ joy, യുവർ happiness, ഇതൊക്കെ ഇഷ്ടമാണ്, സഭയ്ക്ക് ആവശ്യമാണ്. അപ്പൊ നിങ്ങൾ സഭയ്ക്ക് ആവശ്യമുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അച്ഛനീ ജോസഫൻ ഈ കടലുകൾ ചെയ്യാൻ തീരുമാനിച്ചത്. മനസ്സിലായോ? ബേബി ജോൺ കളയന്താനി മുഖ്യപ്രഭാഷണം നടത്തി. ഫാദർ ജോസ് പാലാട്ടി അധ്യക്ഷത വഹിച്ചു. ക്രിസ്റ്റഫർ ആന്റണി നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. മനുഷ്യ വന്യജീവി സംഘർഷത്തിന് ശാശ്വത പരിഹാരം ആനത്താരകൾ പുനഃസ്ഥാപിക്കലാണെന്ന വനം വന്യജീവി മന്ത്രി ഷിബു ബേബി ജോൺ. അതിരപ്പള്ളി മേഖലയിൽ 18 കാട്ടാനകളെ ഉൾക്കാട്ടിലേക്ക് തുരത്തുന്നതിനായി പ്രത്യേക ദൗത്യം തുടരുകയാണെന്നും മന്ത്രി.
ആനമലയ്ക്ക് സമീപം വാൽപ്പാറ മലയോര പാതയിൽ വിനോദസഞ്ചാരികളുടെ വൻ അപകടത്തിൽപ്പെട്ടു. അപകടത്തിൽ 20 പേർക്ക് പരിക്ക്. മാളയിലെ സ്വകാര്യ സ്കൂൾ ഉടമയുടെ പാകിസ്ഥാനിലേക്ക് പോകൂ എന്ന പരാമർശത്തിനെതിരെ പ്രതിഷേധം തുടരുന്നു. മാള കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മാളയിൽ പ്രതിഷേധ റാലിയും പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.